നമ്മളൊരു ഡിജിറ്റൽ ക്യാമറ വാങ്ങാൻ കടയിൽ ചെന്നാൽ കാണുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? കാനൺ, നിക്കോൺ, സോണി, ഫ്യൂജി ഫിലിം. ഇതിലെല്ലാം ഒരു കാര്യം ഒരുപോലെയാണ്. എല്ലാം ജാപ്പനീസ് ബ്രാൻഡുകളാണ്. 2023 ലോകത്ത് വിറ്റ 71 ലക്ഷം ഡിജിറ്റൽ ക്യാമറകളിൽ 70 ലക്ഷവും നിർമ്മിച്ചത് ജപ്പാനാണ്. എങ്ങനെയാണ് ക്യാമറയുടെ ലോകം ജപ്പാന്റെ മാത്രം കുത്തകയായത്? യൂറോപ്പിനും അമേരിക്കയ്ക്കും കിട്ടിയ വലിയൊരു തുടക്കം അവർക്ക് എങ്ങനെ നഷ്ടമായി? 1826 ലോകത്തിലെ ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നത്. ഫ്രഞ്ചുകാരനായ ജോസഫ് നിബ്സ് എന്ന ശാസ്ത്രജ്ഞൻ തന്റെ വീടിന്റെ ജനലിലൂടെയുള്ള ഒരു ദൃശ്യമാണ് ക്യാമറയിൽ പകർത്തിയത്. അടുത്ത 100 വർഷം കൊണ്ട് ക്യാമറയുടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ വന്നു. ഫിലിം റോളുകൾ വന്നു, കളർ ഫോട്ടോകൾ വന്നു. ഈ കാലഘട്ടത്തിലെല്ലാം ജർമ്മനിയിലെ ലൈക്ക, സൈസ്, അമേരിക്കയിലെ കൊഡാക് തുടങ്ങിയ കമ്പനികളായിരുന്നു രാജാക്കന്മാർ. 1930കളിൽ കാനൺ, നിക്കോൺ പോലുള്ള ജാപ്പനീസ് കമ്പനികൾ ക്യാമറകൾ ഉണ്ടാക്കി തുടങ്ങി. പക്ഷേ അന്ന് അതൊക്കെ ജർമ്മൻ ക്യാമറകളുടെ വില കുറഞ്ഞ തനി പകർപ്പുകൾ മാത്രമായിരുന്നു. നിക്കോൺ എന്ന പേര് പോലും വന്നത് ജപ്പാൻ എന്നർത്ഥം വരുന്ന നിഹോൺ എന്ന വാക്കും ജർമ്മൻ ബ്രാൻഡായ സൈസ് ഐക്കൺ എന്ന പേരും ചേർന്നാണ്. തങ്ങൾ ജർമ്മൻ ബ്രാൻഡിന്റെ ജാപ്പനീസ് പതിപ്പാണെന്ന് അവർ സ്വയം പറഞ്ഞു. എന്നാൽ അപ്പോഴും അവർക്ക് ലോകം കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാം മാറ്റിമറിച്ചത് രണ്ടാം ലോക മഹായുദ്ധമാണ്. യുദ്ധം ജർമ്മനിയിലെ ക്യാമറ ഫാക്ടറികളെ തകർത്തു. എന്നാൽ ജപ്പാനിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. യുദ്ധാവശ്യങ്ങൾക്കായി ക്യാമറകൾക്ക് പകരം ലെൻസുകളും മറ്റു ഉപകരണങ്ങളും നിർമ്മിക്കാൻ ജാപ്പനീസ് കമ്പനികൾ നിർബന്ധിതരായി. ഇതവരുടെ ഒപ്റ്റിക് സാങ്കേതിക വിദ്യയെ അതിവേഗം വളർത്തി. യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഹായത്തോടെ ജപ്പാന്റെ വ്യവസായ ലോകം പുനർനിർമ്മിക്കപ്പെട്ടപ്പോൾ ഈ പുതിയ അറിവുകൾ അവർ ക്യാമറ നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിട്ടു. യുദ്ധാനന്തരം ജപ്പാനിൽ ഒരു പുതിയ ചിന്താരീതി വളർന്നു വന്നു. കൈസൻ, തുടർച്ചയായ മെച്ചപ്പെടുത്തൽ എന്നാണ് ഇതിനർത്ഥം. ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ പൂർണ്ണതയിലേക്ക് എത്തുക. ലോക പ്രശസ്തമായ ടൊയോട്ട കാർ കമ്പനി ഈ രീതിയിലൂടെയാണ് ഏറ്റവും വിശ്വസ്തമായ കാറുകൾ നിർമ്മിച്ചത്. ഇതേ കൈസൻ തത്വം ജാപ്പനീസ് ക്യാമറ നിർമ്മാതാക്കളും പിന്തുടർന്നു. 1950കളിൽ ജാപ്പനീസ് കമ്പനികൾ ഒരു പുതിയ തരം ക്യാമറയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. SLR, കണ്ണുകൊണ്ട് കാണുന്നത് അതേപോലെ ഫോട്ടോയിൽ പകർത്താൻ സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഒരു വിപ്ലവമായിരുന്നു. കൊറിയൻ യുദ്ധ സമയത്ത് ഒരു അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റ് നിക്കോൺ ലെൻസുകളുടെ മികവ് തിരിച്ചറിഞ്ഞതോടെ ജപ്പാന്റെ സമയം തെളിഞ്ഞു. ന്യൂയോർക്ക് ടൈംസ് വരെ ജാപ്പനീസ് ലെൻസുകളെ പ്രശംസിച്ച് ലേഖനം എഴുതി. പതിയെ പതിയെ ഗുണമേന്മയുടെ കാര്യത്തിൽ ജപ്പാൻ ജർമ്മനിയെ പിന്നിലാക്കി. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചത് അമേരിക്കൻ കമ്പനിയായ കൊഡാക് ആയിരുന്നു. പക്ഷേ തങ്ങളുടെ ഫിലിം കച്ചവടം പൂട്ടുമോ എന്ന് പേടിച്ച് അവർ ആ കണ്ടുപിടുത്തത്തെ അവഗണിച്ചു. ഈ അവസരം മുതലെടുത്തത് ജപ്പാൻ ആയിരുന്നു. ഇലക്ട്രോണിക്സ് രംഗത്ത് അന്ന് തന്നെ വിദഗ്ധരായിരുന്ന സോണി, കാനൺ, നിക്കോൺ പോലുള്ള കമ്പനികൾ ഡിജിറ്റൽ ക്യാമറ വിപണി കീഴടക്കി. ഇന്ന് സ്മാർട്ട് ഫോണുകൾ വന്നതോടെ ഡിജിറ്റൽ ക്യാമറകളുടെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുന്നു. എന്നാൽ അവിടെയുമുണ്ട് ഒരു ജാപ്പനീസ് ടച്ച്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോണിന്റെ ക്യാമറ സെൻസർ നിർമ്മിക്കുന്നത് ജപ്പാനിലെ സോണിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് കോപ്പി അടിച്ചു തുടങ്ങിയ ജപ്പാൻ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി കൈസ എന്ന തങ്ങളുടെ തത്വചിന്തയിലൂടെ ഗുണമേന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുതിയ സാങ്കേതിക വിദ്യകളെ ധൈര്യപൂർവ്വം സ്വീകരിച്ച് മറ്റുള്ളവർ കാണാതെ പോയ അവസരങ്ങൾ മുതലെടുത്താണ് ഇന്ന് ക്യാമറയുടെ ലോകം ഭരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.